നമുക്കിന്ന് നല്ല മൊരിഞ്ഞൊരു ഹെൽത്തി ദോശ എങ്ങനെയുണ്ടെന്ന് നോക്കാം. കേട്ടില്ലേ? ഇതുപോലെ നല്ല മൊരിഞ്ഞ ദോശയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. എന്നാൽ നമുക്കിന്നിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്, സാധാരണ പച്ചരി. അതേ കപ്പിൽ തന്നെ ഉഴുന്നും എടുത്തിട്ടുണ്ട്. അതേ അളവിൽ ചെറുപയറും എടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ നമ്മൾ റാഗിയും എടുക്കുന്നുണ്ട്. ഉണ്ടോ? അപ്പം നമ്മൾ 4 ഐറ്റം എടുത്തു. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. നല്ല ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. എന്നാൽ നമുക്കിതൊന്ന് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. ഇതിലൊക്കെ നന്നായിട്ട് അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് നന്നായിട്ട് ഉരച്ച് കഴുകി ആ വെള്ളം കളയാം. അങ്ങനെ നമ്മൾ ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തതാണ് ഇത്. ഇതിൽ നമുക്കിനി കുറച്ച് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് ഒരു 7-8 മണിക്കൂർ നേരത്തേക്ക് അടച്ചു വെക്കാം. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വരട്ടെ. ഇപ്പം ഏകദേശം നമ്മൾ അരി കുതിരാനിട്ടിട്ട് ഒരു 7 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു മിക്സർ ജാറിലിട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ അരി അരച്ചെടുക്കുന്നത്. നല്ല തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ് ക്യൂബ്സോ ഇട്ട് അരച്ചാൽ മാവ് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. കണ്ടോ? അപ്പോൾ ഞാൻ ഒരു ഭാഗം അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അടുത്തതും നമ്മൾ അതേപോലെ തന്നെ തണുത്ത വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ജാറിൽ തട്ടി ചൂട് പിടിച്ചിരിക്കുമ്പോൾ ദോശ പൊങ്ങി വരാൻ ബുദ്ധിമുട്ടാണ്. അതാണ് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചരയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ദോശയുടെ ഭാഗം കണ്ടോ? അതേപോലെ അടിച്ചെടുക്കണം അരി. എന്നിട്ട് നമ്മളിത് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഞാനിപ്പോൾ ഇത് രാത്രിയാണ് അരച്ച് വെച്ചത്. അപ്പം നമ്മൾ രാവിലെ ദോശയ്ക്കായിട്ടാണിത് എടുത്ത് വെച്ചിരുന്നത്. ഇപ്പം മാവ് നന്നായിട്ട് നമ്മൾ നോക്കുമ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ? നല്ലപോലെ പൊങ്ങിയിരിപ്പുണ്ട് നമ്മുടെ ദോശമാവ്. അപ്പോൾ നമുക്കിനി ഇതിന് ആവശ്യമുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ? നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് മാവ്. നമുക്കിനി ആവശ്യമുള്ള ഉപ്പൊന്ന് കലങ്ങി കിട്ടാനായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. കണ്ടോ? നല്ല ഹെൽത്തിയായ ഒരു ദോശയാണ്. കുട്ടികൾക്കായാലും ഷുഗറൊക്കെ ഉള്ളവർക്കായാലും ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. ഇനിയിപ്പോൾ രാവിലെ മാത്രമല്ല, രാത്രിയിലത്തെ ഭക്ഷണമായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിൽ എണ്ണ തടവി കൊടുത്തിട്ട് നമ്മളൊരിത്തിരി വെള്ളം ഒന്ന് അതിനകത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയാണ്. പരത്തുമ്പോൾ അതിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മളൊരു തവി മാവ് അതിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തും. കണ്ടോ? പരത്തിയതിൻ്റെ സൈഡിലേക്കൊക്കെ നമ്മളൊരിത്തിരി നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ദോശ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ആ ചട്ടുകം വെച്ചൊന്ന് അമർത്തി കൊടുക്കണം. ഒന്ന് തേച്ച് കൊടുത്താൽ എല്ലാ ഭാഗവും ഒരേപോലെ മൊരിയും. അപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല കിലുകിലാന്നിരിക്കും. ഇത് സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ ആണേലും കഴിക്കാം. അത്രയ്ക്കും ഹെൽത്തി ആയൊരു ദോശയാണ് ഈ ചെറുപയർ റാഗി ചേർന്ന ഒരു ദോശ. നമുക്കിതിൽ അരി കുറവായതുകൊണ്ട് കാർബോഹൈഡ്രേറ്റൊക്കെ കുറവാണല്ലോ. അപ്പോൾ നമ്മുടെ ഉഴുന്നിൻ്റെയും ചെറുപയറിൻ്റെയും റാഗിയുടെയൊക്കെ ഗുണങ്ങൾ ചെന്നിട്ട് ഷുഗറുകാർക്കും ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം. അത്ര നല്ലൊരു ഫുഡാണ്. ഈയൊരു മാവ് വെച്ച് നമുക്കിങ്ങനെ മൊരിഞ്ഞ ദോശയല്ല, തട്ട് ദോശ വെള്ളവർക്കാണെങ്കിൽ ആ തട്ട് ദോശയും ഉണ്ടാക്കാം. കണ്ടോ? നല്ല മാർദ്ദവമായ തട്ട് ദോശ കിട്ടും. ഞാനത് ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പം മൊരിഞ്ഞ ദോശ ഇഷ്ടമുള്ളവർക്കും തട്ട് ദോശ ഇഷ്ടമുള്ളവർക്കും കഴിക്കാം. ഇതിൻ്റെ ബാക്കി വരുന്ന മാവ് നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസമാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. നല്ല മൊരുമൊരാന്നിരിപ്പുണ്ട്. നമുക്കിത് നല്ല സാമ്പാറിൻ്റെയും ചട്നിയുടെയൊക്കെ കൂടെ കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ
റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ ഒന്ന് അറിയിക്കണേ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെയും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.